Welcome back to Sudhi's Cookhouse. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല കേരള സ്റ്റൈൽ നാടൻ മട്ടൻ ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കടക്കാം. കേരള സ്റ്റൈൽ നാടൻ മട്ടൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വേവിക്കുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. 5 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടെ ചതച്ചതാണ്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഇറച്ചി വിഭവങ്ങൾ ചെയ്താലും അതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇറച്ചിയിലെ എല്ലാ ഭാഗത്തും നമ്മളുടെ ഈ കൂട്ടുകളെല്ലാം വരുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ഇതേപോലെ തന്നെ നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ വെള്ളം നമുക്ക് ഈ മട്ടനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് തന്നെ നമ്മളിത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുക. അങ്ങനെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളമൊക്കെ നമ്മുടെ മട്ടനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മട്ടൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ മട്ടൻ ഒന്ന് ഒരു 90% വെന്തിരിക്കണം. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ വെള്ളം മുഴുവൻ നമ്മൾ പറ്റിച്ചെടുക്കണം. ഇനി കുക്കർ അടയ്ക്കാതെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം മുഴുവൻ പറ്റിച്ചെടുക്കണം. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചിരുന്ന് തന്നെ പറ്റിക്കണം. അങ്ങനെ നമ്മുടെ മട്ടനിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തണുക്കാനായിട്ട് വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ഉള്ളി പച്ചമുളകും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയൊക്കെ കൂടി മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് മിക്സായിട്ട് വരും. അപ്പം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മിക്സ് നമ്മളൊരു 15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ ഉള്ള മസാലയൊക്കെ നമ്മുടെ മട്ടനിലേക്ക് പിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ എണ്ണ തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം എണ്ണ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിനി നല്ലൊരു അരിപ്പയിൽ കോരി എടുത്തിട്ട് എണ്ണയൊക്കെ വാർന്നു പോകാനായിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയിരിക്കുന്ന മട്ടനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ മട്ടനും വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ കുറച്ച് എണ്ണ ആ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി മാറ്റുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും ഈ എണ്ണ. ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുക.
അങ്ങനെ നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കറിവേപ്പില നമ്മുടെ ഈ മട്ടൻ വറുത്ത എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒരുപാട് ഫ്രൈ ഒന്നും ആകണ്ട, നമ്മൾക്ക് അതിൻ്റെ ഒരു പച്ച കടിയൊന്ന് മാറി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ആ ഉള്ളിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിലും ഈ ഫ്രൈ ആയിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മട്ടൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടെ ചെയ്യുകയാണെന്നെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിതെങ്ങും മട്ടനും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. കുറച്ചും കൂടെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കേരള സ്റ്റൈൽ നാടൻ മട്ടൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ ഫ്രൈ ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.